ഹലോ ഗുട്ടൻ ടാഗ്. Ich heiße Blessy von Jovis Perfect Academy. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രെൻബാരൻ വെർബാണ്, അതായത് സെപ്പറബിൾ വെർബ്സ്. ഇപ്പോൾ വാട്ട് ആർ സെപ്പറബിൾ വെർബ്സ് എന്ന് നമുക്ക് നോക്കാം. വെർബ്സ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രിഫിക്സ്, അതായത് സെപ്പറബിൾ പാർട്ട് പ്ലസ് മെയിൻ വെർബ്. ഇതിനെയാണ് നമ്മൾ ട്രെൻബാരൻ വെർബ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലി എഴുതുന്ന വെർബിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു പ്രിഫിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ട്രെൻബാരൻ വെർബ് എന്ന് പറയുന്നത്. ഇൻ ദ പ്രസന്റ് ടെൻസ് ആൻഡ് ഇമ്പരാറ്റീവ് ദ പ്രിഫിക്സ് മൂവ്സ് ടു ദ എൻഡ് ഓഫ് ദ സെന്റൻസ്. അതായത് നമ്മൾ പ്രസന്റ് ടെൻസിൽ എഴുതുന്ന സമയത്തും പിന്നെ ഒരു ഫോമാണ് ഇമ്പരാറ്റീവ് ഫോം എന്ന് പറയുന്നത്. അതിൽ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ ഇമ്പരാറ്റീവ് ഫോം യൂസ് ചെയ്യുന്നത്. ആ സമയത്തും അതുപോലെ പ്രസന്റ് ടെൻസിലും നമ്മൾ ഈ പ്രിഫിക്സ്, അതായത് പ്രിഫിക്സ് പ്ലസ് മെയിൻ വെർബ് ആണെന്ന് പറഞ്ഞല്ലോ, ആ പ്രിഫിക്സ് പാർട്ട് സെന്റൻസിന്റെ എൻഡിലായിരിക്കും നമ്മൾ എഴുതാം. അതുപോലെ തന്നെ ദേ ഓഫൻ ചേഞ്ച് ദ മീനിങ് ഓഫ് ദ ബേസ് വെർബ്. അതായത് മെയിൻ വെർബിന്റെ മീനിങ് ആയിരിക്കില്ല നമ്മൾ ട്രെൻബാരൻ വെർബിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് പ്രിഫിക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വെർബിന്റെ തന്നെ മൊത്തത്തിൽ മീനിങ് മാറും. അപ്പം ട്രെൻബാരൻ വെർബുകളുടെ കുറച്ച് പ്രിഫിക്സ്, ഈ തന്നിരിക്കുന്ന പ്രിഫിക്സുകൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ ട്രെൻബാരൻ വെർബ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അബ്, അൻ, ഔഫ്, ഔസ്, ബൈ, ഐൻ, ലോസ്, മിറ്റ്, നാഹ്, ഹെർ, ഹിൻ, ഫോർ, വെക്, വൈറ്റർ, സു, സുരൂക്. ഈ തന്നിരിക്കുന്ന പ്രിഫിക്സുകൾ ഏതെങ്കിലും ഒരു വെർബിന്റെ ഫ്രണ്ടിൽ വരാണെങ്കിൽ നമ്മൾ അതിനെ ട്രെൻബാരൻ വെർബ് എന്ന് വിളിക്കും. വേറെ കുറച്ച് പ്രിഫിക്സുകൾ ഉണ്ട്, അത് വരികയാണെങ്കിൽ അത് ട്രെൻബാരൻ വെർബാണ്. ഈ പ്രിഫിക്സ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ട്രെൻബാരൻ വെർബ് എന്ന് വിളിക്കുക. അങ്ങനെ സെപ്പറബിൾ വെർബ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രിഫിക്സ് നമ്മൾ സെന്റൻസിന്റെ അവസാന ഭാഗത്തായിരിക്കും എഴുതുക. മെയിൻ വെർബ് ഏതാണോ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ആ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെർബ് സാധാരണ എഴുതുക. അവിടെ നമ്മൾ മെയിൻ വെർബ് കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതും. വേർഡ് ഓർഡർ ഇൻ ദ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിലെ വേർഡ് ഓർഡർ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വെർബ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യും. അതായത് മെയിൻ പാർട്ട്, ആ പ്രിഫിക്സ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ വെർബാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ എന്താ പറയാനുള്ള ഒബ്ജക്റ്റ് എഴുതുക, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതിയതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രിഫിക്സ്, എൻഡ് ഓഫ് ദ സെന്റൻസിലാണ് നമ്മൾ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇഷ് റൂഫെ മൈനൻ ഫ്രോയിൻഡ് അൻ. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നു. അൻ റൂഫൻ എന്നാണ് ഇവിടുത്തെ ട്രെൻബാരൻ വെർബ് എന്ന് പറയുന്നത്. ടു കോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അൻ എന്നുള്ളതാണ് പ്രിഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. റൂഫൻ എന്നുള്ളതിനെയാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ് അനുസരിച്ച് ഇഷ് റൂഫെ എന്ന് വന്നിരിക്കുന്നു. ഇനി മൈനൻ ഫ്രോയിൻഡ് ആണ് അവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ലാസ്റ്റ് അൻ എന്നുള്ളത് പ്രിഫിക്സ് ആയിട്ട് നമ്മൾ എഴുതി. ഇത് പ്രസന്റ് ടെൻസിലെ ഫോമാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വിയർ മാഹൻ ദ ഫെൻസ്റ്റർ ഔഫ്. ഇവിടെ ഔഫ് മാഹൻ ആണ് ഇവിടുത്തെ വെർബ്. തുറക്കുക, ടു ഓപ്പൺ എന്നുള്ളതാണ് ഔഫ് മാഹന്റെ മീനിങ് വരുന്നത്. മാഹൻ മാത്രമാണെങ്കിൽ ടു ഡു അല്ലെങ്കിൽ ടു മേക്ക്, ചെയ്യുക എന്നതായിരുന്നു അർത്ഥം. ഔഫ് മാഹൻ എന്ന് വരുന്നത് കൊണ്ട് നമ്മൾ ടു ഓപ്പൺ എന്നുള്ള മീനിങ് ആണ്. ആ ഒരു സെന്റൻസ്, ആ ഒരു വെർബിന്റെ തന്നെ മീനിങ് മാറി. ഔഫ് മാഹൻ എന്ന് വരുന്നത് ഒരു പ്രിഫിക്സ്, മാഹന്റെ ഫ്രണ്ടിൽ ഒരു ഔഫ് എന്ന് പറഞ്ഞ പ്രിഫിക്സ് ആഡ് ചെയ്തപ്പോൾ ആ ഒരു സെന്റൻസിന്റെ മീനിങ് തന്നെ മാറി. അതുപോലെ തന്നെ മാഹനെയാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് ലാസ്റ്റ് എൻഡിൽ ഔഫ് നമ്മൾ എഴുതിയിരിക്കുന്നു. ഇനി ഇത് ഫെൻസ്റ്റർ ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. അത് നമ്മൾ വെർബ് കഴിഞ്ഞ് വെർബിനെ കോൺജുഗേറ്റ് ചെയ്തിട്ട് വിയർ അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെയാണ് എഴുതുക. അതുകൊണ്ടാണ് മാഹൻ തന്നെ ഫുള്ളായിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് വേറെ ആയിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യണം. ഇനി അടുത്ത വെർബാണ് മിറ്റ് കൊമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എർ കോംറ്റ് സ്പേറ്റർ മിറ്റ്, അവൻ പിന്നീട് വരും. അതായത് മിറ്റ് കൊമ്മനിലെ മിറ്റ് ആണ് ഇവിടുത്തെ പ്രിഫിക്സ്, നമ്മൾ എൻഡിൽ എഴുതി. കൊമ്മൻ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. അത് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് എർ അനുസരിച്ച് കോംറ്റ്, എർ കോംറ്റ് എന്നാണ് വരാം. അതുകൊണ്ടാണ് അങ്ങനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ സ്പേറ്റർ എന്നുള്ളതിനർത്ഥം ലേറ്റർ, അവൻ പിന്നീട് വരും. ഇനി അടുത്തതാണ് പെർഫെക്റ്റ് ടെൻസ്. വേർഡ് ഓർഡർ ഇൻ ദ പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് നമ്മൾ ഈ ട്രെൻബാരൻ വെർബ് എഴുതാമെന്ന് നോക്കാം. അതിൻ്റെ സ്ട്രക്ചറാണ് പ്രിഫിക്സ് പ്ലസ് ഗെ പ്ലസ് വെർബ് സ്റ്റം പ്ലസ് സ്റ്റേ ഓർഡർ എൻ. അതായത് ലാസ്റ്റിലെ ഫോമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതും, ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി വെർബാണ് എഴുതാറ്. ഇവിടേക്ക് വരുമ്പോൾ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഹാബൻ അല്ലെങ്കിൽ സൈനിയാണ് കോൺജുഗേറ്റ് ചെയ്യുക. ഹെൽപ്പിംഗ് വെർബ് ആയിട്ടുള്ള ഹാബൻ അല്ലെങ്കിൽ സൈൻ.
അതുപോലെ തന്നെയാണ് ട്രെൻഡ് പാരം വെർബ് വരുമ്പോഴും മൂവ്മെന്റ് ഉണ്ടോ മൂവ്മെന്റ് ഇല്ലേന്ന് നോക്കിയിട്ട് ഹാബൻ ആണോ സൈൻ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഹാബൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മൂവ്മെന്റ് ഉണ്ടാവില്ല, സൈൻ ആവുമ്പോൾ അവിടെ മൂവ്മെന്റ് ഉള്ള വെർബായിരിക്കും. ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. Ich habe meinen Freund angerufen. Anrufen എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ് ടു കോൾ. അതിന് മൂവ്മെന്റ് ഇല്ലാത്തൊരു വെർബാണ് അൺറൂഫൻ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഹാബൻ എന്ന് പറഞ്ഞത് കോൺജുഗേറ്റ് ചെയ്ത്. Ich habe meinen Freund angerufen. ഈ അൺറൂഫൻ എന്നുള്ളതിന് ഗേ അന്ന് കഴിഞ്ഞിട്ട് പ്രിഫിക്സ് കഴിഞ്ഞിട്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പ്രിഫിക്സ് പ്ലസ് ഗേ, അതാണ് അൺ പ്ലസ് ഗേ പ്ലസ് വെർബ് സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫന്റെ വെർബ് സ്റ്റെം ആണ് റൂഫ് എന്നുള്ളത്. ഈ റൂഫ് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ടെ ആയിരിക്കും എഴുതുക, അല്ലെങ്കിൽ എ എൻ ആയിരിക്കും എഴുതുക. ഇവിടെ എ എൻ ആണ് റൂഫൻ, അതായത് അൺഗിറൂഫൻ, അതാണ് അൺറൂഫന്റെ പാർട്ടിസിപ്സ് വൈ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തിൽ എഴുതും? സെക്കൻഡ് പൊസിഷനിൽ ഹാബൻ അല്ലെങ്കിൽ സൈൻ നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിട്ട് എഴുതും. ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, പാസ്റ്റ് ടെൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വിർ ഹാബൻ ദ ഫെൻസ്റ്റർ ഔഫ് ഗെമാറ്റ്. ഔഫ് മാഹൻ, അതായത് ടു ഓപ്പൺ തുറക്കുകയായിരുന്നു അവിടുത്തെ വെർബ്. ഔഫ് ഗെമാറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ടേ ആണ് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. മാഹൻ ഗേ പ്ലസ് വെർബ് സ്റ്റെം, അതാണ് ഗേ കഴിഞ്ഞിട്ട് മാഹ് ആണ് ഇവിടുത്തെ മാഹന്റെ വെർബ് സ്റ്റെം മാഹാണ്. എ എൻ കഴിഞ്ഞിട്ടുള്ള പൊസിഷനാണ് മാഹ് എന്ന് പറയുന്നത്, അതാണ് വെർബ് സ്റ്റെം. അതിന്റെ കൂടെ നമ്മൾ ടി ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഔഫ് ഗെമാറ്റ് എന്നാണ് അവിടുത്തെ പാർട്ടിസിപ്സ് ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് പൊസിഷനിൽ ടു ഓപ്പൺ എന്നുള്ളതായാലും മൂവ്മെന്റ്സ് ഇല്ലാത്ത ഒരു വെർബ് ആയതുകൊണ്ട് നമ്മൾ ഹാബനെ തന്നെയായിരിക്കും സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ജനാല തുറന്നു, അതാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ എർ ഈസ്റ്റ് സ്പെയ്റ്റർ മിറ്റ് ഗെക്കൊമ്മൻ. ഇവിടെ മിറ്റ് കൊമ്മൻ എന്നുള്ളതാണ് വെർബ്. അതൊരു മൂവ്മെന്റ്, കൂടെ വരിക എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെന്റ് ഉള്ള വെർബ് ആയതുകൊണ്ടാണ് നമ്മൾ ഇസ്റ്റിന്, അതായത് സൈനിനെ സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്തത്. എർ അനുസരിച്ച് ഇസ്റ്റ് എന്നാണ് പറയാ. എർ ഈസ്റ്റ് സ്പെയ്റ്റർ മിറ്റ് ഗെക്കൊമ്മൻ. മിറ്റ് എന്നുള്ള പ്രിഫിക്സ് എഴുതി അതിനുശേഷം ഗേ ഇട്ടു. ദെൻ കൊമ്മൻ, കൊമ്മന്റെ പാർട്ടിസിപ്സ് ആണ് ഗെക്കൊമ്മൻ, അതുകൊണ്ടാണ് നമ്മൾ മിറ്റ് ഗെക്കൊമ്മൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തതാണ് മൊഡാൽ വെർബ്, അതായത് ഇൻഫിനിറ്റീവ് ഉണ്ട് മൊഡാൽ വെർബ്. നമ്മൾ എല്ലാനും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കില്ല എഴുതുക. അതായത് ട്രെൻഡ് പാരം വെർബ് സെപ്പറബിൾ വെർബ്സ് ആണെന്ന് പറഞ്ഞു, പക്ഷെ എല്ലാ കേസിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതണമെന്നില്ല. മൊഡാൽ വെർബ് പറയുന്ന സമയത്ത് നമ്മൾ നോർമലി ഒരു വെർബ് ആണെങ്കിലും സെക്കൻഡ് പൊസിഷനിൽ മൊഡാൽ വെർബ് എഴുതും. ലാസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും നമ്മൾ സാധാരണ വെർബ് എഴുതുക. അതുപോലെ തന്നെയാണ് നമ്മൾ ട്രെൻഡ് പാരം വെർബ് പറയുന്ന സമയത്തും ഇതിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോമിൽ ആ ഒരു ട്രെൻഡ് പാരം വെർബിനെ എഴുതാണ് നമ്മൾ ചെയ്യാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. സി മ്യോസ്റ്റൻ മോർഗൻ ഔഫ് സ്റ്റേൻ. ഔഫ് സ്റ്റേൻ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. അവൾ നാളെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. മ്യോസ്റ്റൻ എന്നുള്ളതാണ് ഇവിടുത്തെ മൊഡാൽ വെർബായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സി എന്നുള്ളതനുസരിച്ച് മ്യോസ്റ്റേന്ന് കോൺജുഗേറ്റ് എഴുതു. മോർഗൻ എന്നുള്ളത് നാളെ, ഔഫ് സ്റ്റേ എന്നുള്ളത് എഴുന്നേൽക്കുക, ടു ഗെറ്റ് അപ്പ് എന്നുള്ളതാണ് ഔഫ് സ്റ്റേന്റെ മീനിങ്. ഇത് ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, കാരണം അവിടെ മൊഡാൽ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഷ്മുസ് മൈനെ മുട്ടർ അൺറൂഫൻ. ഈ അൺറൂഫൻ എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടല്ല എഴുതിയിരിക്കുന്നത്, കാരണം സെക്കൻഡ് പൊസിഷനിൽ മ്യൂസൻ എന്നുള്ള വെർബാണ് വന്നിരിക്കുന്നത്. അതൊരു മൊഡാൽ വെർബാണ്. മൊഡാൽ വെർബ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും. ട്രെൻഡ് പാരം വെർബ് ആണെങ്കിലും നോർമൽ സാധാരണ ഒരു വെർബ് ആണെങ്കിലും നമ്മൾ ഇൻഫിനിറ്റീവ് ഫോമിൽ എൻഡിലായിരിക്കും നമ്മൾ എഴുതാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയെ വിളിക്കണം. ഇനി വിയർ വൊള്ളൻ ഹോയിറ്റേ മിറ്റ് കൊമ്മൻ. ഇന്ന് തന്നെ ഞങ്ങൾ കൂടെ വരണം. വൊള്ളൻ എന്ന് പറഞ്ഞാൽ ചുവാണ്ട് എന്നാണ് അർത്ഥം. മിറ്റ് കൊമ്മൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൂടെ വരിക. ഹോയിറ്റേ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഞങ്ങൾ കൂടെ വരണം എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ഇനി ഇതിനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സെപ്പറബിൾ വെർബ്സിന് ഒരു പ്രിഫിക്സ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും. പ്രിഫിക്സ് നമ്മൾ തിരിച്ചറിയണത് നേരത്തെ കൊടുത്തിരുന്ന ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. ആ ഒരു സ്ലൈഡിലെ എല്ലാ പ്രിഫിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ട്രെൻഡ് പാരം വെർബ് എന്ന് പറയും. ഇനി മെയിൻ ക്ലോസിൽ പ്രിഫിക്സ് അറ്റ് ദ സെന്റൻസ് എൻഡ്. സെപ്പറബിൾ വെർബ്സ്, അതായത് പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിലും ഇമ്പരാറ്റീവ് ആണെങ്കിലും നമ്മൾ എൻഡിലായിരിക്കും പ്രിഫിക്സ് എഴുതുക. സെക്കൻഡ് പൊസിഷനിൽ വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് പാർട്ടിസിപ്സ് ആയിട്ട് എഴുതും. സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഹാബൻ അല്ലെങ്കിൽ സൈനിനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതും. ഇനി ഇൻഫിനിറ്റീവ് സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മൊഡാൽ വെർബ് വരികയാണെങ്കിൽ ലാസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോമിൽ തന്നെയായിരിക്കും നമ്മൾ ട്രെൻഡ് പാരം വെർബ് എഴുതാൻ, സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ട്രെൻഡ് പാരം വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.